നമസ്കാരം. ഭാരത് ഡിഫൻസിലേക്ക് വീണ്ടും സ്വാഗതം. മേക്ക് ഇൻ ഇന്ത്യയിൽപ്പെട്ട സ്ക്രൂ മുതൽ യുദ്ധവിമാനം വരെ ഭാരതത്തിൻ്റെ അഭിമാനം തന്നെയാണ്. പക്ഷേ പറയാതെ വയ്യ, ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് വിമാന നിർമ്മാണ കമ്പനിയായ HAL ഏറ്റെടുത്ത രാജ്യത്തിൻ്റെ അഭിമാനമായ വിമാന പദ്ധതി തേജസ് MK-1A നിർമ്മാണം നിലവിൽ ഗുരുതരമായ തിരിച്ചടിയിലാണ്. ഇതിൻ്റെ അർത്ഥം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാന ശേഖരത്തിൽ എണ്ണം കുറയുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നല്ല. കാരണം എണ്ണത്തിൽ കുറവാണെങ്കിലും നമ്മുടെ പക്കലുള്ള റഫേൽ, സുഖോയ്, മിറാഷ്, ജഗ്വർ അടക്കം യുദ്ധവിമാനങ്ങൾ സാങ്കേതിക വിദ്യയിൽ ഏവിയോണിക്സ് വാർഫെയറിലൊക്കെ ലോകത്ത് തന്നെ മികച്ചതാണ്. അതുകൊണ്ട് ആ തരത്തിൽ ഇന്ത്യക്ക് തൽക്കാലം ആകാശത്ത് ഭീഷണിയൊന്നും ഉണ്ടാകില്ല. ഇനി തേജസ് വിമാനങ്ങളിലേക്ക് വരാം. കടുത്ത ഡെലിവറിയിലെ കാലതാമസം, ജനറൽ ഇലക്ട്രിക് GE നൽകാമെന്നേറ്റ എഞ്ചിൻ വിതരണം ചെയ്യുന്നതിലെ കാലതാമസം, വിതരണ ശൃംഖലയിലെ അഴിമതികൾ, ഇവയാണിപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. 2026 അവസാനത്തോടെ 24 തേജസ് MK-1A യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറാമെന്നാണ് കരാർ. ഇതിൽ വെറും 6 വിമാനങ്ങളുടെ എഞ്ചിൻ മാത്രമാണ് GE എന്ന അമേരിക്കൻ കമ്പനി ഇതുവരെ ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. ഇനി ഈ 6 വിമാനങ്ങളുടെ പറക്കലടക്കം ടെസ്റ്റിംഗ് നടത്തണം. ഇതോടെ വിമാനം പറന്നു തുടങ്ങുന്നതിൽ ഗുരുതരമായ കാലതാമസമുണ്ടാകുമെന്ന് വ്യക്തം. നാം മറക്കില്ല, 2025 നവംബർ 21 അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ദുബായ് എയർ ഷോയിൽ നടന്ന ആ ദാരുണ സംഭവം. പറക്കൽ പ്രദേശത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ HAL തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തകർന്നു വീണു. ഇന്ത്യൻ വ്യോമസേനയുടെ ആ വിമാനം എയറോബാറ്റിക്സ് ഡിസ്പ്ലേയിൽ കുത്തനെ ഉയരുന്ന ഒരു ഭാഗം അവതരിപ്പിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് തെല്ലൊന്നുമല്ല ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കിയത്. തൊട്ടു പിന്നാലെ തേജസിന് ലഭിക്കേണ്ട കോടികളുടെ ഓർഡർ ചൈന അടിച്ചുകൊണ്ടുപോയി. പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ മുന്നിൽ വെച്ചിരുന്ന ആ അപകടം അത് ഒഴിവാക്കാമായിരുന്നു. കടുത്ത ശത്രുരാജ്യമായ പാകിസ്ഥാനുള്ളപ്പോൾ ഇന്ത്യ തങ്ങളുടെ ഏറ്റവും പുതിയ തേജസ് വിമാനം അവിടെ പറക്കാൻ എത്തിക്കരുതായിരുന്നു. ചൈനയ്ക്ക് അധിക ഓർഡർ കിട്ടിയത് പാക് ക്യാമ്പുകളിൽ ആഹ്ലാദം പകർന്നതോടെ ഇന്ത്യക്ക് തെറ്റ് മനസ്സിലായി എന്ന് വേണം കരുതാൻ. ഇതിനിടയിലാണ് തേജസ് വിമാനത്തിൻ്റെ ക്വാളിറ്റിക്ക് വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തി ഒരു അഴിമതി ഇടപാട് ഇതാ പുറത്തു വന്നിരിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയറോസ്പേസ് കമ്പണൻസ് വിതരണ കമ്പനിയായ മെസ്സഞ്ചർ ടെക് എയറോ ഡിവൈസസിൻ്റെ പേരിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വഞ്ചനയും വ്യാജരേഖയും ചമക്കലും സംബന്ധിച്ച പരാതിയാണ് ഇപ്പോൾ ഫയൽ ചെയ്തത്. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് MK-1A പ്രോഗ്രാമിൻ്റെ പാർട്സ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി നൽകിയത് 199 വ്യാജ ടെസ്റ്റിംഗ് റിപ്പോർട്ടുകളാണ് എന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. HAL എയർക്രാഫ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി GM കഴിഞ്ഞ ചൊവ്വാഴ്ച സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 420, 465, 468 എന്നിവ പ്രകാരം മെസ്സഞ്ചർ ടെക് എയറോ ഡിവൈസസിൻ്റെ CEO M ശിവരാമപ്രസാദിനെതിരെ HAL പോലീസ് കേസും എടുത്തു കഴിഞ്ഞു. പരാതി പ്രകാരം തേജസ് MK-1A പ്രോഗ്രാമിന് ആവശ്യമായ വിവിധ ഘടകങ്ങളുടെ ചെറിയ പാർട്ടുകളുടെ വിതരണത്തിനായി 2022 മാർച്ചിനും 23 സെപ്റ്റംബറിനും ഇടയിൽ ടെക് എയറോ ഡിവൈസസ് HALന് ഓർഡറുകൾ നൽകിയിരുന്നു. സംഭരണ വ്യവസ്ഥ അനുസരിച്ച് ബൾക്ക് സപ്ലൈ സ്വീകരിക്കുന്നതിന് മുമ്പ് വിതരണക്കാരൻ മെറ്റീരിയൽ പരിശോധിച്ച് ടെസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ, പരിശോധനാ റിപ്പോർട്ടുകൾ, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ കൈമാറണം. 172 ഘടകങ്ങൾ ഉൾപ്പെടുന്ന 199 പരിശോധനാ റിപ്പോർട്ടുകൾ മെസ്സഞ്ചർ ടെക് എയറോ ഡിവൈസസ് കമ്പനി സമർപ്പിച്ചതായി HAL വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുണനിലവാര നിയന്ത്രണ പരിശോധനകളിൽ ടെൻസൈൽ ശക്തി, കാഠിന്യം, ബ്രേക്ക് ലോഡ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, മൈക്രോസ്ട്രക്ചർ, അങ്ങനെയുള്ള നിരവധി പരിശോധനയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ റിപ്പോർട്ടുകൾ HAL തേടിയിരുന്നു. അപ്പോഴാണ് വിതരണക്കാരൻ യഥാർത്ഥ രേഖകൾ ഹാജരാക്കാതെ വ്യാജരേഖകളാണ് സമർപ്പിച്ചതെന്ന് വ്യക്തമാകുന്നത്. ഈ 199 വ്യാജ റിപ്പോർട്ടുകളിൽ ഒന്നും കമ്പനി നൽകിയിട്ടില്ലെന്ന വിഷയം ഓഡിറ്റ് ചെയ്ത ആക്സിസ് ഇൻസ്പെക്ഷൻ സൊല്യൂഷൻസ് HALന് റിപ്പോർട്ടും നൽകി. വ്യാജ റിപ്പോർട്ടുകൾ സൃഷ്ടിക്കാൻ അതിൻ്റെ പേരും ഒപ്പുകളും ദുരുപയോഗം ചെയ്തു എന്നാണ് ആക്സിസ് ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചത് റിപ്പോർട്ടിൽ. ഇതോടെ തേജസ് വിമാനത്തിൻ്റെ ഏവിയോണിക്സും ആയുധ സംവിധാനങ്ങളുമൊക്കെ സംയോജിപ്പിക്കുന്നതുവരെ അവ ഏറ്റെടുക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവയ്ക്കാൻ ഇന്ത്യൻ വ്യോമസേന തീരുമാനമെടുത്തു. ഇതോടെ തേജസിന് ഘടിപ്പിക്കാനിരുന്ന ഇസ്രയേലി റഡാറിനെ ആയുധ ഫയറിംഗ് നിയന്ത്രണങ്ങളുമായും ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളുമായും ബന്ധിപ്പിക്കുന്നത് പോലുള്ള നിർണായകമായ സംയോജക പ്രക്രിയയ്ക്ക് തൽക്കാലത്തേക്ക് സ്തംഭനവുമായി. ഇതാണ് തേജസ് പദ്ധതിയെ പിന്നോട്ടടിച്ചിരിക്കുന്നത്. 2023 ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെ ടെക് എയറോ ഡിവൈസസ് സമർപ്പിച്ച റിപ്പോർട്ടുകൾ
വ്യാജമാണെന്നൊടുവിൽ HAL നിഗമനത്തിലെത്തി. ഇതോടെയാണ് 2027 മാർച്ച് 10 വരെ 3 വർഷത്തേക്ക് ടെക് എയ്റോ ഡിവൈസസിനെ HALുമായി ഒരു തരത്തിലുള്ള ബിസിനസ്സിനും പങ്കാളിയാക്കരുത് എന്ന് കാട്ടി കരിമ്പട്ടികയിൽപ്പെടുത്തിയത്. ഇനി അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക് GE എഞ്ചിൻ ക്ഷാമത്തിലേക്ക് വരാം. US നിർമ്മിച്ച GE F404 എഞ്ചിനുകളെ സംബന്ധിച്ച് ആഗോള വിതരണ ശൃംഖല തടസ്സങ്ങളും പശ്ചിമേഷ്യയിലെ യുദ്ധവും കയറ്റുമതി ലൈസൻസ് പ്രശ്നങ്ങളുമൊക്കെ തടസ്സമായി. അങ്ങനെ ഇവിടെ എത്തിയത് വെറും 6 എഞ്ചിനുകൾ. ഇതുവരെ കടുത്ത താമസമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. മേക്ക് ഇൻ ഇന്ത്യ എന്ന സംരംഭമായി മുദ്രകുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും വിമാനം ഇപ്പോഴും അതിൻ്റെ എഞ്ചിൻ, റഡാറുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ എന്നിവയ്ക്കായി ഇസ്രായേൽ അടക്കമുള്ള വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നുണ്ട്. തദ്ദേശീയമായ ഉത്തം റഡാറിൻ്റെ വികസനത്തിനുള്ള കാലതാമസവും HAL അത്തരം റഡാറുകൾക്ക് ബദലായുള്ള വിദേശ ബദലുകൾ തേടിപ്പോകാൻ നിർബന്ധിതമായി. പരിശീലന വിമാനങ്ങളടക്കം 190 തേജസ് വിമാനങ്ങൾക്കാണ് ഇപ്പോൾ HAL നിന്നും ഇന്ത്യൻ വ്യോമസേന പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുന്നത്. കൃത്യസമയത്തെല്ലാം കരാർ പ്രകാരം തന്നെ കൈമാറാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് HAL. അങ്ങനെ അവരും യുദ്ധകാല നീക്കങ്ങളാണ്. 2026 അവസാനം കൈമാറേണ്ട വിമാനങ്ങളിൽ ഭൂരിഭാഗത്തിൻ്റെയും പ്രോട്ടോടൈപ്പ്, അതായത് അതിൻ്റെ ബോഡി അടക്കമുള്ള ഘടനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി GE എഞ്ചിൻ ഘടിപ്പിച്ച് അത് പ്രവർത്തന സജ്ജമാക്കണം. അമേരിക്കയെ എത്ര കണ്ട് വിശ്വസിക്കാം എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയും HALനെയും ഒരുമിച്ച് കുഴപ്പിക്കുന്നത്. ഫ്രാൻസിൻ്റെ സഫ്രാൻ അവരുടെ വിമാന എഞ്ചിൻ നൽകാമെന്ന് ആദ്യമേറ്റെങ്കിലും അപ്പോൾ ഇന്ത്യ അമേരിക്കയുടെ GE എഞ്ചിൻ്റെ കാര്യക്ഷമത കണ്ട് അതിൽ ആകൃഷ്ടരായാണ് HAL അടക്കമുള്ളവർ GE എഞ്ചിൻ എടുക്കാൻ F404 എഞ്ചിൻ സ്വീകരിക്കാൻ അന്ന് തീരുമാനമെടുത്തത്. പക്ഷേ അതൊരു അബദ്ധമായി പോയി എന്ന് HAL അധികൃതരും നമ്മുടെ പ്രതിരോധ വകുപ്പും ഇപ്പോൾ കരുതുന്നുണ്ട്. എന്തായാലും ഇന്ത്യ പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെയാണ്. ചില വിമാനങ്ങളുടെ തദ്ദേശീയമായ ചില ഘടനകളിൽ, ചില രൂപങ്ങളിൽ, ചില ഘട്ടങ്ങളിലൊക്കെ പ്രതിസന്ധികൾ രൂക്ഷമാകാം, ലളിതമാകാം. പക്ഷേ പ്രതിസന്ധിയില്ലാതെ ഒരു കാര്യവും 100% വിജയത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പും വ്യോമസേനയും HALും ഒക്കെ. നമ്മുടെ വിമാനമാണ് തേജസ് MK-1A. അത് കഴിഞ്ഞ് വേണം തേജസ് MK-2 അടക്കമുള്ള മറ്റ് വേരിയൻറ്റുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ. ഒരല്പം കാലതാമസമുണ്ടായാലും ഇന്ത്യക്ക് നമ്മുടേതായ തനത് തദ്ദേശീയമായ HAL വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ രൂപീകരിച്ചെടുക്കാമെന്ന പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. സമാന്തരമായി നമ്മൾ വീണ്ടും 140ഓളം റഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ഒരു കരാറിൽ ഫ്രാൻസുമായി അന്തിമഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, ഈ വിമാനങ്ങളുടെയും 82%-ലധികം പാർട്ടുകൾ നമ്മുടെ ഭാരതത്തിൽ തന്നെയാകും നിർമ്മിച്ചെടുക്കുക മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം. കാര്യങ്ങളെല്ലാം കാലതാമസം ഉണ്ടാകാതെ പോകുകയാണെങ്കിൽ റഫേൽ വിമാനങ്ങളുടെ എഞ്ചിനടക്കം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ കേന്ദ്രം കൂടി ഫ്രാൻസ് ദസാൾട്ട് ഏവിയേഷൻസ് ഇവിടെ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ ധാരണയായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഒരു 2-3 വർഷത്തിനകം സ്വയം പര്യാപ്തതയിലേക്ക് പറന്നു നീങ്ങാനാകും. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന അഴിമതി ഇടപാടുകളും കാലതാമസവും ബുദ്ധിമുട്ടുകളുമൊക്കെ അതൊക്കെ സഹിച്ച് അതിനേക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് ഓരോ ഇന്ത്യൻ ഭാരതീയൻ്റെയും ലക്ഷ്യം, ഓരോ ഇന്ത്യൻ വ്യവസായ യൂണിറ്റിൻ്റെയും കടമ. അതുതന്നെയാണ് HALും ഇന്ത്യൻ വ്യോമസേനയും കാത്തിരിക്കുന്നതും പ്രതീക്ഷയോടെ.